ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നലെ രാത്രി കുറച്ച് നേരം വൈകിട്ടാണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം കുറച്ച് താങ്ക് യു കാർഡ്സിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് തുടങ്ങിയതല്ലേ ഇനി അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് 2-3 ദിവസമായി അതിന്മേൽ ഇരിക്കണേ. അപ്പോൾ ഇന്നലത്തോടെ അത് ഫുള്ളാക്കിയിട്ടാണ് കിടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് മോർണിംഗ് റൂട്ടീൻസൊക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 8 മണി ആയിട്ടുണ്ട്. ഈ താങ്ക് യു കാർഡ്സൊക്കെ കട്ട് ചെയ്ത് വെച്ചത് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് കേട്ടോ ഈ താഴെ റൂമിൽ കാണുന്നത്. ഫുൾ അതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളുമാണ്. പിന്നെ രാത്രി ആയതുകൊണ്ട് ഞാൻ അടിച്ചു വരാനൊന്നും നിന്നിട്ടില്ലായിരുന്നു. എന്തായാലും അതൊരു സൈഡിൽ മാറ്റി വെച്ച് പിന്നെ എൻ്റെ ഇയർപോഡ്സും അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ ഇന്ന് ചായയും കോഫി ഒന്നല്ല കേട്ടോ ഒരു സ്മൂത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കുടിക്കുന്നത്. ഇതങ്ങനെ എന്നൊന്നും കുടിക്കലില്ല. ഉണ്ടാക്കാൻ ഉള്ള സമയമുണ്ട് മൂടുണ്ട് എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കും. പിന്നെ മുന്നേ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ നോക്കണതുകൊണ്ട് തന്നെ രാവിലെ ഇങ്ങനെ ചിലപ്പോൾ പഴമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്മൂത്തി ആക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പഴവും പിന്നെ ഈത്തപ്പഴമൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയതായിരുന്നു. അങ്ങനെ അത് കുടിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ഫോണും ചെക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ രാവിലെ എണീറ്റ് പാടെ തന്നെ ബെഡിൽ നിന്ന് തന്നെ ഫോൺ എടുക്കലില്ല കേട്ടോ. എൻ്റെ മോർണിംഗ് റൂട്ടീൻസൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ നെറ്റ് പോലും ഓണാക്കാറുള്ളത്. പിന്നെ ഈ ചായ കുടിക്കണ നേരത്തോ അങ്ങനെയൊക്കെയാണ് ഞാൻ ഫോണിൽ ചെക്ക് ചെയ്യാറുള്ളതും. അത് കുറേ ആയിട്ട് ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യണത്. എനിക്ക് രാവിലെ തന്നെ എണീറ്റ് ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അന്ന് ഫുള്ളൊരു തലവേദന പോലെ കാരം. പിന്നെ ഞാൻ നേരെ റൂം അടിച്ചു വരാനാണ് നിന്നിട്ടുള്ളത്. കാരണം നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലാവണ്ടല്ലോ ഇതിൻ്റെ കോൽ എന്താണെന്നുള്ളത്. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഇനി ബാക്കി പണി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതെന്തായാലും ഒന്ന് അടിച്ചു വാരി ക്ലീൻ ആക്കണം. ഇത് സർക്കിൾ ഷേപ്പിലാണ് കേട്ടോ ഈ കാർഡ്സ് വരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും പണി. നമ്മൾ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു കട്ടർ യൂസ് ചെയ്ത് കട്ട് ചെയ്താൽ മതി. പക്ഷേ സർക്കിൾ ആയതുകൊണ്ട് തന്നെ ഓരോന്നും കട്ട് ചെയ്യണം. അതിൻ്റെ സൈഡിൽ വൈറ്റ് ബോർഡറും കൂടെ കൊടുക്കണതുകൊണ്ട് കുറച്ച് മെനക്കേടേനു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുട്ടും ബീഫൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ഒരു ഹാമ്പർ സെറ്റ് ചെയ്യാനാണ് നിന്നിട്ടുള്ളത്. അപ്പോൾ അന്ന് കസവിൽ പോയിട്ട് ഞാനൊരു ചുരിദാർ കസ്റ്റമറിന് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് പിന്നെ ആ ഡ്രസ്സ് കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ, ഒരു ബ്രിക്ക് ബ്രൗൺ ആ ഒരു ഷെയ്ഡ്. അപ്പോൾ ഇങ്ങനെ സ്റ്റാൻഡേർഡായിട്ട് സിമ്പിളായിട്ട് ചെറിയൊരു ഡിസൈനും വരുന്നുണ്ട് സ്ലീവിലും നെക്കിലൊക്കെ താഴെയൊക്കെ. ഭയങ്കര ഹെവി എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഭയങ്കര സിമ്പിളും അല്ല, ഒരു സെമി പാർട്ടി വെയർ പോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതായിരുന്നു. ഇതിൻ്റെ കുറേ കളേഴ്സ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിലൊരു ഗ്രീൻ, ഒരു അക്വ ബ്ലൂ പോലത്തെ ഒരു കളർ ഉണ്ടല്ലോ, അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഞാൻ കസ്റ്റമറിന് അയച്ചു കൊടുത്തപ്പോൾ ഓർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ കസ്റ്റമറിൻ്റെ റിപ്ലൈ കിട്ടാൻ കുറച്ച് ഡിലേ ആയതുകൊണ്ട് തന്നെ രണ്ടാമത് ഞാൻ ആ ഫ്ലോറിൽ കയറി സാധനം തപ്പിയപ്പോത്തിന് അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 2-3 പീസ് ഉണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ, അതായത് കുറച്ച് നേരം കൊണ്ട് തന്നെ അത് സ്റ്റോക്ക് ഔട്ടായി. പിന്നെ ഉള്ളതിൽ ഈ ഒരു കളറാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷോളിലും ഒക്കെ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഡിസൈനേ വരുന്നുള്ളൂ. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഹാമ്പറാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ടൈപ്പ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പർച്ചേസ് ചെയ്യണത്. ഇതിൽ കാര്യമായിട്ട് ഈ ഒരു ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടൈപ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഭംഗി ഉണ്ടാവുമെന്ന് തോന്നി. പിന്നെ എനിക്ക് കണ്ടപ്പോഴും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതുവരെ ചെയ്യാത്തൊരു ടൈപ്പല്ലേ. അങ്ങനെ ഡ്രസ്സൊക്കെ ഞാൻ കറക്റ്റ് അളവിൽ ഫോൾഡ് ചെയ്ത് ഹാമ്പറിൽ വെച്ച് കൊടുക്കുകയാണ്. ഞാനിതിൻ്റെ അളവെടുത്ത് മടക്കിയ പോലെയാണ് കേട്ടോ. മടക്കി കഴിഞ്ഞിട്ട് വെച്ച് നോക്കിയപ്പോൾ കറക്റ്റ് ചെയ്യുന്നു. ഞാൻ ശരിക്കും അങ്ങനെ അളവൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ചോക്ലേറ്റ്സ് ഈ 4 കിറ്റ്കാറ്റ്സ് ആണ് വെക്കാനുള്ളത്. അത് അവിടെ ആ സൈഡിലും ഈ സൈഡിലും അങ്ങനെയൊക്കെ വെച്ച് നോക്കിയിട്ട് ലാസ്റ്റ് ഞാൻ ഒരു സ്ഥലത്ത് അങ്ങനെ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഒട്ടിക്കുന്നൊന്നുമില്ല കേട്ടോ, കാരണം അത്യാവശ്യം ടൈറ്റായിട്ട് തന്നെ ഈ ഹാമ്പർ ബോക്സ് നിൽക്കണോണ്ടും താഴേക്കും ഒന്ന് നീങ്ങി പോകാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ടും ഞാൻ ഇങ്ങനെ വെച്ചിട്ടുള്ളൂ. പിന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു റിംഗ് ആണ്. ആക്ച്വലി ഇതിലൊരു ഫ്രെയിമാണ് കേട്ടോ കസ്റ്റമർ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒരു A6 സൈസിൽ വരുന്ന ഫ്രെയിം. പിന്നെ ലാസ്റ്റ് ഒരു പറഞ്ഞ സിംഗിൾ ഫോട്ടോസൊന്നും ഇല്ല, അപ്പോൾ അതിൻ്റെ പകരം ഒരു റിംഗ്, റോസ് ഗോൾഡിൽ വരുന്ന റിംഗ് വെച്ചാൽ മതിയെന്ന്. അങ്ങനെ പിന്നെ ഞാൻ അതിൻ്റെ പകരം ഒരു റിംഗാണ് വെച്ചിട്ടുള്ളത്. റിംഗ് എന്തായാലും അങ്ങനെ വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനൊരു കാർഡ് കട്ട് ചെയ്തിട്ട് അതിലങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫൈനലി ഈ ഒരു വിഷ് കാർഡും കൂടെ വെക്കുന്നുണ്ട്. ഈ ഒരു ഹാമ്പർ അപ്പോൾ സിസ്റ്ററിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൾ അബ്രോഡിലാണ് കേട്ടോ. എനിക്ക് ഓർഡർ തന്നിട്ടുള്ള കസ്റ്റമർ അബ്രോഡിലാണ്. അപ്പം നാട്ടിലുള്ള അഡ്രസ്സിൽ അങ്ങനെ ഞാൻ സർപ്രൈസായിട്ട് സെറ്റ് ചെയ്ത് ഡെലിവറി ചെയ്യുന്ന രീതിയിൽ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ പിന്നെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അന്ന് അമ്ലു വീട്ടിൽ ഒറ്റയ്ക്കായതുകൊണ്ട് ഓനെയും കൊണ്ടാണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് ബുക്ക് സ്റ്റാളിൽ പോകണം, കുറച്ച് ചാർട്ട് പേപ്പറും അങ്ങനത്തെ കളർ എഫോറൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിരൂരങ്ങാടി ബുക്ക് സ്റ്റാൾക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടേക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത്. എജുമാർട്ടിക്കാണ് സാധാരണ പോവാറുള്ളത്. ഈ ഒരു ഷോപ്പ് ഇപ്പം അടുത്താണ് ഞാൻ കാണുന്നത്. ഇത് തുറന്നിട്ട് കുറേ ദിവസം അയക്കണ്, കുറേ വർഷം അയക്കണ്. പക്ഷെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ കണ്ട സ്ഥിതിക്ക് എന്തായാലും ഇവിടുന്ന് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം 2 ഡയറി നോക്കാണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് എജുമാർട്ടിലുള്ള അത്ര കളക്ഷനൊന്നും തോന്നാത്തതുകൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഇവിടെയും കുറേ ബുക്ക് ഉണ്ട് കേട്ടോ. ബുക്കിൻ്റെ സെക്ഷനിൽ അങ്ങനെ കുറച്ച് നേരം വായി നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു കുടയും കുഞ്ഞുപെങ്ങളും ബുക്കൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റു അടിച്ച്. പണ്ട് ചെറുപ്പത്തിൽ നമുക്ക് പഠിക്കാണ്ടായിരുന്നല്ലോ. പിന്നെ ഇവിടെ തന്നെ ഹാമ്പർ ബോക്സസും അവൈലബിൾ ആണ് കേട്ടോ. പക്ഷേ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഞാൻ വാങ്ങുന്ന ഷോപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല പ്രൈസ് തോന്നിയിട്ടുണ്ട്. പിന്നെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം അതൊന്നും അല്ലാത്തതുകൊണ്ട് ജസ്റ്റ് നോക്കിയിട്ട് അവിടെ തന്നെ വെച്ചു. പിന്നെ ഒരു കളിക്കുടുക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്ലുവിന്. പിന്നെ ഇവിടെ ഇങ്ങനെ ഭയങ്കര കാണാൻ ക്യൂട്ടായിട്ടുള്ള കുറേ റൈസേഴ്സും ഷാർപ്നേഴ്സും ഒക്കെ ഉണ്ട് കേട്ടോ. അത് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം സ്കൂളൊക്കെ തുറക്കാനായതുകൊണ്ടായിരിക്കും കുറേ കളക്ഷൻ ഉണ്ട്. എനിക്ക് ആദ്യമൊക്കെ അങ്ങനത്തെ സാധനങ്ങൾ കാണുമ്പോൾ വാങ്ങാൻ ഭയങ്കര ഒരു എന്താ, വാങ്ങിയിട്ടില്ലെങ്കിൽ എനിക്ക് അവിടുന്ന് അങ്ങോട്ട് പോരാൻ തോന്നില്ല. അങ്ങനത്തെ അവസ്ഥേന് സത്യം പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്നാലും ഞാൻ ഈ റേസറും ഷാർപ്പനറൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയുള്ളത് കാണുമ്പോൾ വാങ്ങി വെക്കലുണ്ടായിരുന്നു. എന്നിട്ട് അങ്ങനെ യൂസ് ചെയ്യാതെ കുറേ കാലം അങ്ങനെ വെക്കും. അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട്. പക്ഷെ ഇപ്പോൾ കുറേയൊക്കെ മനസ്സിലായിട്ട് ഞാൻ അങ്ങനെ വാങ്ങലില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ നിന്നൊന്നും ഒന്നും വാങ്ങിയിട്ടില്ല. അങ്ങനെ അവിടുന്ന് പിന്നെ കുറച്ച് ചാർട്ടും എഫോറും ആവശ്യമുള്ള ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം പിന്നെ എനിക്ക് ചോക്ലേറ്റ്സ് ഹാമ്പറിന് വേണ്ടിയിട്ടുള്ളത് വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാനാണ് പോയിട്ടുള്ളത്. ഇവിടുന്ന് കുറച്ച് ഇങ്ങനത്തെ ലോലിപോപ്സ്, ജെല്ലി ടൈപ്പ് ലോലിപോപ്സ് ഉണ്ടല്ലോ, അത് വേണം. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ഹാമ്പർ ഇവിടുന്ന് തന്നെ സെറ്റ് ചെയ്ത് ഇന്ന് തന്നെ കൊറിയർ ചെയ്യണം. അതിൽ പിന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. ഫോട്ടോ വെച്ചിട്ടുള്ള ഐറ്റംസ് ഒന്നുമില്ല. അങ്ങനെ കുറച്ച് ലോലിപോപ്സും പെർഫ്യൂമും പിന്നെ ഒരു മിനി വാലറ്റും അതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയതുകൊണ്ട് അതായത് ഞാൻ ഈ കൊറിയർ അയക്കുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവർക്ക് കിട്ടേണ്ടതുകൊണ്ട് ഞാനിന്ന് അന്ന് തന്നെ അയക്കാമെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും വാങ്ങുന്നുണ്ട്. പിന്നെ വേറൊരു ഹാമ്പർക്കുള്ള 1-2 സാധനങ്ങളും കൂടെ വാങ്ങുന്നുണ്ട്. പിന്നെ കുറേ ആയി ഞാൻ ഈ ഹെയർ ബണ്ണുണ്ടല്ലോ ചെറുത്, അത് വാങ്ങാൻ വേണ്ടി നടക്കണേ. എപ്പോഴും ഇവിടെ എത്തുമ്പോൾ മറക്കും. അങ്ങനെ ഇന്ന് അത് ഇങ്ങനെ പാക്കറ്റ് കണ്ടപ്പോൾ ആദ്യം പാക്കറ്റ് വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനെ ലൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ പാക്കറ്റിലുള്ള അത്രയും ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനൊരു 2-3 അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഹാമ്പർ ബോക്സ് വാങ്ങാനാണ് വന്നിട്ടുള്ളത്. അങ്ങനെ അതും ആവശ്യമുള്ളത് നോക്കി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വാലറ്റ് വേണമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതും നോക്കി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2-3 നോക്കിയിട്ട് ഞാൻ വിചാരിച്ച ഒരു ടൈപ്പ് കിട്ടിയപ്പോൾ പിന്നെ അതെടുത്തു. ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ഞാൻ കസ്റ്റമറിനുള്ള ബാഗ്സും വാങ്ങാറുള്ളത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തിന് ഏകദേശം വൈകുന്നേരം, ഉച്ചയ്ക്ക് ശേഷമാണല്ലോ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ടേനു. അപ്പോൾ എനിക്ക് എന്തെങ്കിലും വെള്ളം വാങ്ങിക്കൊടുത്ത് അങ്ങനെ ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതിയിട്ട് ഒരു കൂൾബാറിൽ കയറിയിട്ടുള്ളതാണ്. അങ്ങനെ ആവശ്യമുള്ളത് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഹാമ്പറിൽ നിന്ന് സെറ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം കുറച്ച് ഇവിടെ നിന്ന് ചെയ്തിട്ട് ബാക്കി പിന്നെ അങ്ങനെ പാക്ക് ചെയ്യുന്നുണ്ട്. അതായത് കൊറിയർ ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ടും ചെയ്യാമെന്ന് കരുതി. പ്രിൻ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ചെയ്തിട്ട് ബാക്കി അവിടെ പോയി പ്രിൻ്റ് ചെയ്യുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ പാക്കിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് ഈ ഒരു ബോക്സിൽ ഇട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഈ 3 ലോലിപോപ്സും പിന്നെ ഈ ഒരു മിനി ബുക്കും വാലറ്റും പെർഫ്യൂമും സ്ക്രഞ്ചീസും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഞാൻ എല്ലാം അങ്ങനെ അതിൽ വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പാക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ടൊന്ന് സെറ്റ് ചെയ്യണം, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. അപ്പോൾ ഇത് ഇത്രയും ആയപ്പോഴത്തേനും നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഐറ്റംസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു സാൻഡ്വിച്ചും എനിക്കൊരു കുഞ്ഞു ബർഗറുമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബർഗറിൻ്റെ പാറ്റീസ് ഭയങ്കര ഹാർഡായതുകൊണ്ട് തന്നെ ഓനത് വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ചായയും ഗ്രേപ്പ് ലൈമൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ പ്രിൻ്റ് എടുക്കാനാണ് പോയിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് പ്രിൻ്റ് എടുത്ത് ആവുന്ന ഒരു സമയം കൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ട് തന്നെ പാക്ക് ചെയ്യാമെന്ന് കരുതി ഐറ്റംസൊക്കെ ഹാമ്പറിൽ വെച്ച് കുറച്ച് ഫോട്ടോസും അവിടുന്ന് ജസ്റ്റ് ഒന്ന് എടുത്തതിന് ശേഷം ഒന്ന് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പാക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അർജൻറ്റ് ഓർഡറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാം കൊണ്ടുവന്നിട്ട് അങ്ങനെ പാക്ക് ചെയ്യാണ് ചെയ്യാറ്. എല്ലാം നോക്കി ശരിക്കും ചെക്ക് ചെയ്തിട്ടാണ് കേട്ടോ പോരുക. കാരണം എന്തെങ്കിലും ഒന്ന് ഇപ്പം ഇടയ്ക്കൊക്കെ എനിക്ക് ഇതേപോലെ എന്തെങ്കിലും മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് ചിലപ്പോൾ ഇവിടെ എത്തുമ്പം മറന്നിട്ടുണ്ടാവും. പിന്നെ നമ്മളത് അതിനായിട്ട് പുതിയത് വാങ്ങിയിട്ട് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ എല്ലാം കറക്റ്റ് നോക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഷോട്ട് അമ്ലു ആണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഓനോട് ഞാൻ എടുത്തൊരു ചോദിച്ചപ്പോൾ ഓന് ഷൂട്ട് ചെയ്ത് തന്നതാണ്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ അത് കൊണ്ടുപോയിട്ട് കൊറിയർ ചെയ്തു. പിന്നെ രാവിലെ പാക്ക് ചെയ്തിട്ടുള്ള ഹാമ്പറും അത് രണ്ടും കൂടിയാണ് കേട്ടോ കൊറിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പം ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സൺസെറ്റൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു.
വീട്ടിലെത്തി കഴിഞ്ഞ് പിന്നെ മഗ്‌രിബിൻ്റെ ടൈമായി പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി വീഡിയോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പം ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് എന്നും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ബുക്ക് സ്റ്റോളിൽ ഞാൻ ഈ ഒരു ബ്ലാക്ക് ചാർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഹാൻഡ് മെയ്ഡ് കാർഡ്സും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അത് കുറേ കാലമായി അങ്ങനത്തെ ഒക്കെ ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഐറ്റംസ് ഒന്നും സ്റ്റോക്കില്ലേനു. പിന്നെ ഈ ഒരു കുഞ്ഞു ബുക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ, ഈ ഒരു സ്പൈറൽ നോട്ട്ബുക്ക് പോലെ. ഇത് എനിക്ക് എൻ്റെ ഓർഡേഴ്സിൻ്റെ ഡീറ്റെയിൽസും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇങ്ങനത്തത് എത്ര കിട്ടിയാലും എനിക്ക് തികയില്ല. ഇപ്പം തന്നെ കുറച്ചെൻ്റെ കയ്യിലുണ്ട്, എന്നാലും ഇങ്ങനെ കാണുമ്പോൾ വാങ്ങും. കാരണം നല്ല രസമുള്ളതാണെന്നുണ്ടെങ്കിൽ ഞാൻ അത്ര പെട്ടെന്ന് യൂസ് ചെയ്യൂല. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ പിന്നെ യൂസ് ചെയ്യും. അത്യാവശ്യം കുറച്ച് പേജസും ഉണ്ട്, ഇങ്ങനെ നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നി. പിന്നെ കുറച്ച് കളർ A4 പേപ്പേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബ്ലാക്ക് CD മാർക്കറും പിന്നെ ഒരു വൈറ്റ് പെന്നും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ജെൽ ഇങ്ക് പോലെ കേട്ടോ, നമുക്ക് ബ്ലാക്ക് ചാർട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ്. ഇതിന് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ, 90 രൂപ അത്രയും കണ്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇതങ്ങനെ വല്ലാതെ നമുക്ക് പിന്നെ യൂസും വരില്ലല്ലോ, എന്നാലും ഇതിന് അത്യാവശ്യമായതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ഇതാ പെർഫ്യൂമും ആ ഹെയർ ബൺസും അങ്ങനെ അതൊക്കെയാണ്. പിന്നെ ഹാമ്പർ ബോക്സ് ഇതാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഒന്ന് പിന്നെ നമ്മൾ അവിടുന്ന് കൊറിയർ ചെയ്തല്ലോ. പിന്നെ ഒരു കുഞ്ഞു ട്രാൻസ്പെറൻറ്റ് ബാഗും കൂടെ വാങ്ങിയിട്ടുണ്ട്. 2 3x3 സൈസിൽ വരുന്ന ഫ്രെയിമും ഒരു 4x4 ഫ്രെയിമും 3 ഫ്രെയിംസും വാങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാം വൈറ്റാണ് വാങ്ങിയിട്ടുള്ളത്, കാരണം കൂടുതൽ കസ്റ്റമേഴ്സിനും വൈറ്റ് തന്നെയാണ് ഇഷ്ടം. പിന്നെ കുറച്ച് സ്ക്രാപ്പ് ബുക്ക് റിങ്സും കുറച്ച് ചോക്ലേറ്റ്സും ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ ബൈ.